Opening Hours with Mayfin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും വിപണിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് കണ്ടതും നമുക്കൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു മാർക്കറ്റായിരുന്നു കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി നിഫ്റ്റി 50 ഇന്നലെ 71 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്കൊരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു പ്രകടനം നോക്കുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു FIDI ഡാറ്റ നോക്കുമ്പോൾ കാണുന്നത് 107 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് FIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 1749 കോടിയുടെ ഒരു ബൈങ് DIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് കൂടി നമുക്ക് പോകാം. ഇന്നും നിഫ്റ്റി ഏതായാലും ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഈ ഒരു ഫസ്റ്റ് അവറിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 45 പോയിൻ്റ് ഇടിവിൽ 26,133 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 163 പോയിൻറ്റിൻ്റെ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യം 59,954 എന്നൊരു നിലയിലാണ് ഇപ്പോഴത്തെ ബാങ്ക് നിഫ്റ്റിയിലൊരു പ്രകടനം കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു മിക്സഡ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ കൂടി കൂടുതലും ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൽ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സെക്ടർ വൈസ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസുമാണ് കാണാൻ സാധിക്കുന്നത്. കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് ഓഫ് GDP ബഡ്ജറ്റിന് മുമ്പുള്ള GDP കണക്കുകൾ അല്ലെങ്കിൽ ഇന്ന് 4 മണിക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാർ, എന്തായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നും ഒരു നെഗറ്റീവിലാണ് തുടങ്ങിയിരിക്കുന്നത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഫ്രഷ് ഹൈസ്, അതായത് S&Pയും ഡൗ ജോൺസൊക്കെ വീണ്ടും ഒരു ഫ്രഷ് ഹൈ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെനസ്വേല ഇഷ്യൂ അതുപോലെയൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഏതൊക്കെ വാർത്തകളാണ് സാറിൻ്റെ ശ്രദ്ധയിലുള്ളത്? വിഷ്ണു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഡിസപ്പോയിൻറ്റ് ഡേ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്നും തുടങ്ങിയത് ഒരു സോർ നോട്ടിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് ട്രാക്ഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ഓൾ ടൈം ഹൈയിലേക്കും കയറിയിരിക്കുന്നു. S&P 500ഉം നാസ്ഡാക്കും ഡൗ ഒക്കെ ഇന്നലെ പ്ലസ് ആയിരുന്നു. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ ഞാൻ US സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴേ സാൻഡിസ്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി കമ്പനീസ്, അതായത് മെമ്മറി ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനീസ് ലൈക്ക് സാൻഡിസ്ക് ഇന്നലെ എനിക്ക് തോന്നുന്നു 28% അപ്പായിരുന്നു. മൈക്രോൺ 10% അപ്പായിരുന്നു. അതായത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ, അതായത് AI സ്റ്റോക്സും AI ചിപ്സും ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മെമ്മറി ചിപ്പിൻ്റെ സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ അധികം സംസാരിക്കാറില്ലായിരുന്നു എന്നുള്ള. കഴിഞ്ഞ ഓഗസ്റ്റ് 2025 മുതൽ ഇന്നേ വരേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സാൻഡിസ്ക്, നമുക്കറിയാലോ ഈ സാൻഡിസ്ക് ഒക്കെ നമ്മൾ ഫ്ലാഷ് ഡ്രൈവിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം, ഏതാണ്ട് $50 തൊട്ട് $350 വരെ സാൻഡിസ്കിൻ്റെ ഷെയർസ് മൂവ് ചെയ്തു എന്നുള്ള. അതേ സമയം തന്നെ ആ പീരീഡിൽ തന്നെ ഏതാണ്ട് മൈക്രോൺ എനിക്ക് തോന്നുന്നു 250% റിട്ടേൺ ആണ് തന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്ത് ഈ മെമ്മറി ചിപ്സൊക്കെ ഈ ലാർജ്ലി പോയിരുന്നത് ഈ പറഞ്ഞ പോലെ USB ഡ്രൈവ്സിലും ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺസിലും ഒക്കെയാണ്. ഇപ്പം അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് സ്ക്വീസ് ചെയ്ത് കൂടുതലും AI ഇൻഫ്രാസ്ട്രക്ചറും AI സെർവേഴ്സും പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡൈവേർഷൻ മെമ്മറി ചിപ്പിലേക്ക് നടന്നപ്പോൾ ലോകത്ത് ഒരു ഷോർട്ടേജ് ചിപ്പിനുണ്ടായി എന്നുള്ള. ഇത് മാർക്കറ്റ് US മാർക്കറ്റ് നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തു, അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റോക്ക് പോലുമില്ല. എന്നാൽ ഇൻഡയറക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡിങ്ടൺ പോലുള്ള ഷെയറുകൾ ഇന്നലെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള കാര്യം. റെഡിങ്ടൺ ഇതേപോലത്തെ മെമ്മറി ചിപ്സും അസോസിയേറ്റഡ് ആയിട്ടുള്ള IT ഹാർഡ്വെയറും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന IT ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ പ്രൊവൈഡർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങിയപ്പോൾ ഏകദേശം 5% നേട്ടം തുടക്കത്തിൽ തന്നെ ഇന്നലെ റെഡിങ്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡിങ്ടൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ്, അമേരിക്കൻ മാർക്കറ്റിൻ്റെ കാസ്കേഡിങ് എഫക്റ്റിലാണ് ഇന്ത്യയും മൂവ് ചെയ്തതെന്നുള്ള. അപ്പോൾ ലോകത്ത് മെമ്മറി ഷോർട്ടേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈസ് പ്ലേയിങ് ഓൺ. അതായത് AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി തന്നെയാണ് വീണ്ടും ഒരു മാർക്കറ്റ് റാലി അവിടെ നടക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന പോലെ മെമ്മറി ചിപ്പ് എന്നുള്ളത്. അപ്പോൾ ലോകത്ത് വെനിസ്വേല, ഓയിൽ, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൂടെ ഈ പറയുന്ന പോലെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള. ഇപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പല പ്രേക്ഷകരും നമ്മളോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോസിനടുത്തൊക്കെ ചോദിച്ചത് എന്തുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസും ട്രെൻഡും ഇന്നലെ വലിയൊരു വീഴ്ച വീടുന്നുള്ള. അപ്പോൾ അതൊന്നും നമുക്ക് മെൻഷൻ ചെയ്യാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ഗ്ലോബൽ ക്യൂസിലാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ട്രഷറി മാർക്കറ്റിലെ ഈ US 10-year yield എന്ന് പറയുന്നത് ഏതാണ്ട് 4.16% ആണ്. അവിടെ ബേസിക്കലി വലിയൊരു മൂവ്മെൻ്റ് ഒന്നും അവിടെ കാണുന്നുമില്ല എന്നുള്ള. ഗോൾഡ് ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന്
ഒന്ന് സെറ്റിൽ ചെയ്യണം ആഫ്റ്റർ 3 days. എനിക്ക് തോന്നുന്നു $4,474 per ounce എന്നുള്ളതാണ്. പിന്നെ കോമെക്സ് സിൽവർ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് ഭയങ്കര ഒരു ലാർജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ഒരു ന്യൂ ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്തു എന്നാണ്. അതായത് $82.548 per ounce എന്നുള്ള ലെവലിൽ ട്രേഡ് ചെയ്യണു എന്നുള്ളത്, വിച്ച് ഈസ് ആ റെക്കോർഡ് ഹൈ ആസ് വെൽ. അത് മാത്രമല്ല ക്രോപ്പർ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ ഹിറ്റ് റെക്കോർഡ്. ഫ്യൂച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ $13,000 മുകളിലായി പെർ ടൺ എന്നുള്ള രീതിയിലേക്ക് പോയി. അതായത് ദ മെറ്റൽ ട്രേഡ് അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽ ട്രേഡ് ഈസ് ഓൺ. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്നുണ്ട്. പിന്നെ ഒരു ഓയിൽ മാർക്കറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഈ വെനിസുവേലയുടെ കാര്യം കാരണം തന്നെ ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താ വെച്ചാൽ ഇനി മുതൽ വെനിസുവേല 30 to 50 million barrels ഓഫ് ഹൈ ക്വാളിറ്റി ഓയിൽ US കൊടുക്കും. US അത് എന്ത് ചെയ്യും? അമേരിക്കൻ പ്രസിഡൻസി അതിൻ്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് അത് വിൽക്കും, മാർക്കറ്റ് പ്രൈസിന് വിൽക്കും. അതിൽ കിട്ടുന്ന ലാഭം വെനിസുവേലയ്ക്കും US-ഉമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോഴത്തെ അവിടുത്തെ ഇൻ്ററിം സെറ്റപ്പ് ഉണ്ടല്ലോ ഗവൺമെൻറ്, ആ ഇൻ്ററിം ഗവൺമെൻറ് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് പറയുന്നത്. ഏതാ 30 to 50 million barrels ഓഫ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി തന്നെ ഓയിൽ പ്രൈസസ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് വീണ്ടും $60 per ബാരലിൻ്റെ അവിടെ ട്രേഡ് ചെയ്യണമെന്നുള്ള. സപ്ലൈ കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? അതാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ കൂടുമോ? സപ്ലൈ കൂടും, കാര്യം അത്രയും കൂടി വരും എന്നുള്ളതാണല്ലോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല അമേരിക്കയ്ക്ക് അതുകൊണ്ട് ബെനിഫിറ്റും കിട്ടും. വേറെ ഒരു രാജ്യത്തിൻ്റെ ഓയിൽ അസറ്റിൻ്റെ സെയിലിൽ ഞങ്ങൾക്കും ഒരു വിൻഫോൾ ഗെയിൻ കിട്ടും എന്നുള്ള. അപ്പോൾ അമേരിക്കൻ എക്കണോമി ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോർ ഓയിൽ ഇസ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ് എന്നുള്ള കാര്യം കൂടി വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒത്തിരി ഭേദമാണ്. കാര്യം ഇന്ത്യയുടെ ചില റിഫൈനറീസ് ഇതേപോലെ ഡേർട്ടി ചീപ്പ്, അതായത് ചീപ്പ് ഹെവി ക്രൂഡ് പ്രോസസ് ചെയ്യാനായിട്ട് അത് നമ്മൾ റിലയൻസ് ജാംനഗറിന്റെ കാര്യം ചേർത്ത് നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എന്തുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് വീണു എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ നിഫ്റ്റി 50 നമ്മൾ നോക്കാൻ നേരത്ത് 0.27% ഡൗൺ ആയിരുന്നെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസ് -4.39% ആണ് ഇന്നലെ വീണതെന്നുള്ള. അതായത് റെക്കോർഡ് ക്ലൈംബിങ് 1600 മുകളിൽ പോയ സ്റ്റോക്കാണ് ഇത്രയും നിഫ്റ്റിയിലെ വൺ ഓഫ് ദ മേജർ കമ്പോണന്റ് 9 to 10% വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്നലെ 4.39% വന്നതെന്നുള്ള. അതിൻ്റെ ഒരു ഫോള് മറ്റുള്ള സ്റ്റോക്സ് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയിൽ നമുക്ക് വലുതായിട്ടൊരു ഇമ്പാക്റ്റ് അറിയാത്തതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഫോളിൻ്റെ ഒരു 26% ഇത് തന്നെ ആയിരിക്കണം എന്നുള്ളത്. 26% എന്തുകൊണ്ട് വരാൻ കാര്യം വെച്ചാൽ മറ്റുള്ള ഷെയർസിൻ്റെ അപ്രൈസിങ് ഇതിനെ ഒന്ന് കുഷൻ ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് ഇന്നലെ റിലയൻസ് വീണു? റിലയൻസ് എന്ത് വീണു എന്ന് വെച്ചാൽ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, അതായത് അവർ പറയുന്നത് നമ്മളെപ്പോഴും പറയില്ല ഈ ഓയിൽ ട്രേഡിനെയും ഓയിൽ പ്രൈസസിനെയും കുറിച്ച് പറയുമ്പോൾ കെപ്ലർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡേറ്റ നമ്മളെപ്പോഴും പറയുന്നത് KPLER ഈ കെപ്ലറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്നാണ് ബ്ലൂംബർഗ് കോട്ട് ചെയ്തേക്കുന്നത്. ബ്ലൂംബർഗ് പറഞ്ഞു വെച്ചാൽ 3 ഓയിൽ ടാങ്കേഴ്സ് ക്യാരിയിങ് റഷ്യൻ ക്രൂഡ് അത് നേരെ വാസ് ഹെഡിങ് ടുവേർഡ്സ് റിലയൻസ് ജാംനഗർ ഫാക്ടറി ഇൻ ഗുജറാത്ത്, ഇന്ത്യ. അതായത് 3 ഓയിൽ ടാങ്കർ അങ്ങനെ മൂവ് ചെയ്യണു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യൻ ക്രൂഡ് എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റായിട്ട് ഇന്ത്യയും US-ൻ്റെയും ട്രേഡ് ഡീലിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ, അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് മേടിക്കുന്നത് കുറച്ചു എന്നുള്ള ന്യൂസ് നിലനിൽക്കുമ്പോഴും, ആ ടെൻഷൻസ് നിലനിൽക്കുമ്പോഴും, അൺസർട്ടൈൻ നിലനിൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു ന്യൂസ് മാർക്കറ്റിൻ്റെ ഒന്ന് ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് RIL എന്തുകൊണ്ടാണ് RIL 2022 മുതൽ ഈ ചീപ്പ് റഷ്യൻ ക്രൂഡ് നല്ല രീതിയിൽ മേടിച്ചിരുന്ന ഒരു റിഫൈനറി ആയിരുന്നു എന്നുള്ളതാണ് ഈ ജാംനഗർ റിഫൈനറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫൈനറി ക്രൂഡ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് റിലയൻസ് അവരുടെ ജാംനഗർ ഫാക്ടറിയിൽ നിന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് പെട്രോള്, ഡീസൽ, വാക്സ്, കെമിക്കൽസ് ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അത് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് റിലയൻസ് ചെയ്തിരുന്നത്. അപ്പോൾ റിലയൻസിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിരുന്നു. കാര്യം എന്താ, ലോകത്ത് എവിടെ കിട്ടുന്ന പ്രൈസിനെക്കാട്ടിലും വില കുറഞ്ഞാണ് റഷ്യ വിൽക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് റഷ്യയുടെ നല്ലൊരു വെൽത്ത് എന്ന് പറയുന്നത് ഓയിലാണ്. അപ്പോൾ ഈ യുദ്ധം കാരണം പല സ്ഥലത്ത് സാങ്ഷനോ ഇതൊക്കെ വന്നപ്പോൾ റഷ്യ ഇത് ഡിസ്കൗണ്ടഡ് പ്രൈസിന് കൊടുത്തു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ തന്നെ അതിനൊരു ഡിസ്കൗണ്ട് ഉണ്ട്. കാര്യം റഷ്യൻ ക്രൂഡ് കുറച്ചുകൂടി ഹെവി ക്രൂഡാണ്. റിലയൻസിന് നല്ലൊരു റിഫൈനറി ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് കാരണം തന്നെ റിലയൻസിന് നല്ല രീതിയിൽ ഇത് കിട്ടിയിരുന്നു എന്നുള്ള. അപ്പോൾ എന്താ, ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ക്രൂഡ് കിട്ടുമ്പോൾ റിലയൻസ് ഇത് റിഫൈൻ ചെയ്ത് തിരിച്ച് പെട്രോള്, ഡീസൽ, മറ്റുള്ള കെമിക്കൽസ് ആക്കി എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഇവർ റിഫൈനിങ് മാർജിൻസ് നല്ല എക്സ്പാൻഡ് ചെയ്ത് നിന്നു.
ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് US-ൻ്റെ പ്രഷർ കാരണം അഡീഷണൽ ആയിട്ടുള്ള 25% ടാരിഫ് ഇട്ടത് കാരണം ഇപ്പോൾ ഇന്ത്യൻ റിഫൈനേഴ്സിന് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് കുറയ്ക്കേണ്ടതായിട്ട് വന്നതെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഈ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് വന്നല്ലോ, അതായത് 3 വെസൽസ് ഓയിൽ ടാങ്കേഴ്സ് റിലയൻസ് ജാംനഗറിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം റിലയൻസ് ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു. ഈ ക്ലാരിഫൈ ചെയ്തത് ഒരു പ്രസ് റിലീസിൽ കൂടെയാണ്. ആ പ്രസ് റിലീസിൽ അവർ ക്ലാരിഫൈ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ റിലയൻസ് ഹാസ് നോട്ട് റിസീവ്ഡ് റഷ്യൻ ക്രൂഡ് ഓയിൽ ഫോർ ദ പാസ്റ്റ് 3 വീക്സ്. ലാസ്റ്റ് 3 ആഴ്ചയായിട്ട് റഷ്യയിൽ നിന്ന് ഞങ്ങൾക്ക് ക്രൂഡ് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഈ ജാനുവരി മാസം റഷ്യയിൽ നിന്ന് ഒരു ഡെലിവറിയും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതായത് അവർ പറയുന്നൊരു കാര്യം എന്താ, ഞങ്ങളിപ്പോൾ റഷ്യൻ ക്രൂഡ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഇതാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷനാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ വന്നതിൻ്റെ പുറകെ വേറൊരു വശമുണ്ട്. അതായത് ഇത് ക്ലാരിഫൈ ചെയ്തു ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമെങ്കിലും ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അനലിസ്റ്റ് കമ്മ്യൂണിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് കമ്മ്യൂണിറ്റി ഇതിനകത്ത് വേറൊരു കാഴ്ചയെ കൂടെയാണ് ഇത് കണ്ടതെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞ അതേ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് ഇത്രയും നാൾ റിലയൻസിന് ചീപ്പായിട്ടുള്ള ഒരു ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മാർജിൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു, വിച്ച് ബെനിഫിറ്റഡ് റിലയൻസസ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ക്രൂഡ് കിട്ടില്ല അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്ന് റിലയൻസ് പബ്ലിക്കലി ഓൺ എ ഫോറം ഒരു പ്രസ് റിലീസ് പറഞ്ഞപ്പോൾ മാർക്കറ്റ് അതിനെ റീവർക്ക് ചെയ്യുന്നു, റിഫൈനിങ് മാർജിൻസും പ്രോഫിറ്റബിലിറ്റിയും. അത് കാരണം മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ഒന്ന് ഡീറേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് പൊതുവേ ഒന്ന് പറയപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് കൂടാതെ തന്നെ റോയിറ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇനി മുതൽ ഇന്ത്യൻ റിഫൈനറീസ് എത്രത്തോളം ക്രൂഡ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതും കൂടെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ റോയിറ്റേഴ്സും കൂടി ഇത് പബ്ലിഷ് ചെയ്തു എന്ന് പറയും. ഇതും കൂടെ ആയപ്പം പൊതുവെ അനലിസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. അതായത് ഈ ഓയിൽ റിഫൈനിങ്ങിൽ റിലയൻസിൻ്റെ മാർജിൻ്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഫാക്ടറിൻ ചെയ്തത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയും, അതിൻ്റെ ഡീറേറ്റിംഗ് ആണ് സ്റ്റോക്കിൽ സംഭവിച്ചതെന്നുള്ളതാണ് ഇതിനകത്ത് പൊതുവെയുള്ള ഒരു മീഡിയ റിപ്പോർട്ട്. ഇനിയിപ്പം നമ്മുടെ ഒരു ടേക്ക്, അതായത് മൈഫിൻ്റെ ഒരു ടേക്ക് പറയാം. അതായത് നമ്മളൊരു മണ്ടനായിരിക്കണം മാർക്കറ്റിന് ഇതറിയില്ല എന്ന് പറയണമെങ്കിൽ. അതായത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിത്ത് ഇഫക്റ്റ് ഫ്രം നവംബർ 2025 റിലയൻസ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിത്ത് എഫക്റ്റ് ഫ്രം നവംബർ 2025 ഞങ്ങൾ ഇനി റഷ്യൻ ക്രൂഡ് എടുക്കുന്നില്ല എന്നുള്ള ന്യൂസ് പല മാധ്യമങ്ങളിലും പത്രങ്ങളിലും TV-യിലൊക്കെ ഇതിനു മുമ്പേ വന്നു എന്നല്ല. അതായത് നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ കേട്ടിരുന്നു നവംബർ 12-നാണ് ലാസ്റ്റ് ലോഡ് റഷ്യയിൽ നിന്ന് ലോഡ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് ഡിസംബർ കഴിയുന്നതോടുകൂടി റിലയൻസ് റഷ്യൻ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നുള്ള ന്യൂസുകൾ പല സമയത്ത് വന്നു. അതൊരിക്കലും മാർക്കറ്റ് അറിഞ്ഞില്ല. മാർക്കറ്റും അനലിസ്റ്റ് കമ്മ്യൂണിറ്റിയൊക്കെ നമ്മളെപ്പോലെ സ്മോൾ മനുഷ്യരെയൊക്കെ ഇൻസിഗ്നിഫിക്കൻറ്റ് പിള്ളേരെ ആൾക്കാരെക്കാട്ടിലും വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അവരൊന്നും ഇത് അറിഞ്ഞില്ല. ഇന്നലെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ന്യൂസ് മനസ്സിലായത് റഷ്യൻ ഓയിൽ എടുക്കുന്നില്ല, അത് കാരണം ഡീറേറ്റ് ചെയ്തു എന്ന് പറയുന്നതൊന്നും എനിക്കതിനകത്ത് വലിയ വിശ്വാസമൊന്നും എനിക്ക് ഇതിനകത്തില്ല എന്നുള്ള. അതായത് ഈ പ്രസ് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒരു സംഭവിച്ചതെന്നുള്ളത് നോക്കുമ്പോൾ ഈ റിലയൻസിൻ്റെ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് 2-3 പ്രാവശ്യം വായിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു വാക്ക്, ഒരു ഫ്രേസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടാർണിഷിങ് അവർ ഇമേജ്. അതായത് ബ്ലൂംബർഗ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാനാണെന്നാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഫ്രേസ് എടുത്തൊന്ന് മാറ്റി വെച്ചു. കാര്യം ഞാനൊന്ന് ആലോചിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മലേഷ്യസ് ആൻഡ് ഫാൾസിഫൈഡ് റിപ്പോർട്ട് പല മാധ്യമങ്ങളിലും വന്നു. അതായത് ഞങ്ങൾ റഷ്യൻ ഓയിൽ വീണ്ടും മേടിക്കുന്നു എന്ന് പറഞ്ഞ്, ബട്ട് കമ്പനി ക്ലാരിഫൈ ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ മേടിക്കുന്നേയില്ല, ഞങ്ങൾ വി ഹാവ് സ്റ്റോപ്പ് ടേക്കിംഗ് റഷ്യൻ ഓയിൽ ഫ്രം സോ ആൻഡ് സോ ഡേറ്റ് എന്നുള്ള ക്ലാരിഫിക്കേഷൻ മാത്രം കൊടുക്കേണ്ട സ്ഥലത്ത് ഇവരെന്തിനാണ് ടാർണിഷിങ് അവർ ഇമേജ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചതെന്നുള്ള. ചിലപ്പോൾ ഇത് കോയിൻസിഡൻ്റൽ ആയിരിക്കും, പക്ഷേ നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ അത് നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി ലൈൻ അല്ലെങ്കിൽ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമെന്നല്ല. ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഒരു ഇമേജ് മാനേജ്മെൻ്റ് ആയിട്ടാണ്. ഈ ഇമേജ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് 2026 ജാനുവരി 21 കൂടി ഈ EU ഉണ്ടല്ലോ, യൂറോപ്യൻ യൂണിയൻ ശരിക്കും പറഞ്ഞാൽ റഷ്യൻ ക്രൂഡിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനെ ബാൻ ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് ഈ 21 കൂടി ഈ വരാൻ പോകുന്ന ജാനുവരി.
അപ്പോൾ ഈ റിലയൻസിനെ സംബന്ധിച്ച് വാസ്റ്റ് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. അതായത് ഇവർ ഗ്ലോബൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇവർ റഷ്യയിൽ നിന്ന് ക്രൂഡ് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ക്രൂഡ് എടുത്ത് റിഫൈൻ ചെയ്തിട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്കും പലരും ഇവരുടെ ക്ലയൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള കമ്പനിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്, ഇവർ വളരെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് US ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് റിലയൻസിൻ്റെ ഓപ്പറേഷൻസ്, അതായത് ഓയിൽ ടു കെമിക്കൽ ബിസിനസ് വളരെ ഇൻ്റഗ്രേറ്റഡ്. കാര്യം എന്താ, അവർക്ക് ഡോളറിൽ പേയ്മെൻറ്റ് കൊടുക്കണം, സ്വിഫ്റ്റ് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ കൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ വെസ്റ്റേൺ US ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കമ്പനിയാണ് ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ റിലയൻസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് റവന്യൂസ് ഈ ജാംനഗർ റിഫൈനറിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത്, അതായത് റിഫൈൻ ചെയ്ത ക്രൂഡ്, അതായത് പെട്രോളും ഡീസലും അതർ പ്രോഡക്ട്സുമായിട്ട് റിഫൈൻ ചെയ്ത ക്രൂഡ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ജാംനഗർ ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ ഇവർ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ന്യൂസ് ലോകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിലയൻസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? റിലയൻസ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ദേ വോണ്ട് ടു റീഅഷ്വർ ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആൻഡ് ദ ഗ്ലോബൽ ക്ലയൻസ് ഓർ പീപ്പിൾ ഹു ആർ ലൈക്ലി ടു പർച്ചേസ് റഷ്യൻ റിഫൈൻഡ് RILൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് നോൺ റഷ്യൻ ആണ് എന്നുള്ളതാണ്. അതായത് RIL ഈസ് സിഗ്നലിംഗ് ടു വാഷിംഗ്ടൺ ദാറ്റ് ഇന്ത്യാസ് ലാർജസ്റ്റ് പ്രൈവറ്റ് കമ്പനി ലൈക്ക് റിലയൻസ് വിച്ച് ഈസ് എ റിഫൈനിങ് കമ്പനി ഈസ് റെസ്പെക്റ്റിംഗ് US റെഗുലേഷൻസ്. അതായത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേ ആണ് ഇത് കൊടുത്തത് എന്നുള്ളതാണ്. അതായത് ഈ സാങ്ഷൻഡ്, അതായത് റിലയൻസ് ഓബിയസ്ലി ആലോചിക്കുമല്ലോ, അതായത് സാങ്ഷൻഡ് റഷ്യൻ ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന ഒരു ഇമേജ് ഇവർക്ക് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ ചേർത്ത് വായിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ബ്രാൻഡ് വാല്യൂവും ഇവരുടെ ഇമേജിനെ കുറിച്ചും ഒക്കെ കൺസേൺഡ് ആണെന്നുള്ള. അപ്പോൾ ഇതൊരു ഇമേജ് മാനേജ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നെങ്കിലും ഞാൻ ഈ പറയണമെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ഇവരെ പ്രസ് റിലീസ് വരുന്നത്. എൻ്റെ ബലമായ സംശയം, ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്, ഐ മൈറ്റ് ബി 100% റോങ്, ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു തോന്നലാണ് പറയുന്നത്, റിലയൻസിൻ്റെ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചേർത്ത് വായിക്കുന്നത് ഈ ബ്ലൂംബർഗ് റിപ്പോർട്ടിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഈ ബ്ലൂംബർഗിൽ ഈ ആർട്ടിക്കിള് പോസ്റ്റ് ചെയ്യിപ്പിച്ചതും റിലയൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. റിലയൻസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിന് കൗണ്ടറായിട്ട് ഒരു പ്രസ് റിലീസ് എടുത്തിട്ട്, കാര്യം ഇതെന്തുകൊണ്ട് ഇന്ത്യൻ പത്രങ്ങളിലോ മീഡിയകളിലൊന്നും വന്നില്ല, ഇതെന്തുകൊണ്ടാണ് ബ്ലൂംബർഗിൽ വന്നത്? ബ്ലൂംബർഗ് എവിടെയുള്ള കമ്പനിയാണ്? ബ്ലൂംബർഗ് അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ബ്ലൂംബർഗ് ഇങ്ങനത്തെ ഒരു ന്യൂസ് കൊണ്ടുവരുമ്പോൾ ഇത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെയും വേൾഡ് കമ്മ്യൂണിറ്റിയെയും ഗ്ലോബൽ ക്ലയൻസിനെയും ഈ റിഫൈൻഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ഈ പറയുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെയും അഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരു സാധനത്തിന് ഇവർക്കൊരു ഗ്ലോബൽ ആയിട്ടുള്ളൊരു പ്രസ് റിലീസും കൂടെ അയക്കുമ്പോൾ ഇപ്പം ലോകത്തിന് മുമ്പേ റിലയൻസ് സമ്മതിക്കുകയാണ് ഓപ്പൺലി ദാറ്റ് വി ആർ നോട്ട് ബൈയിങ് റഷ്യൻ ക്രൂഡ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലായത്. അപ്പോൾ പ്രോബബ്ലി ഈ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി എന്തിനാണ് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ബട്ട് 4% 5% fall in a day doesn't matter at all. That doesn't change the fundamentals of the company. ഫണ്ടമെന്റൽസിൻ്റെ റിലയൻസിൻ്റെ ഫണ്ടമെന്റൽസ് ഒന്നും ചേഞ്ച് ചെയ്യില്ല. ഇതൊന്നും അതിൻ്റെ മാനേജ്മെൻറ്റും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. സോ ദാറ്റ് വാസ് ജസ്റ്റ് എ പാസിംഗ് ഇഷ്യൂ ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്സ് എന്നാണ്. ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റാണ് പറഞ്ഞത്. ബട്ട് ലാർജ്ലി ഈ ഒരു ന്യൂസ് കാരണമാണ് മാർക്കറ്റിൽ റിലയൻസ് വീണതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മൈഫിൻ ഡെസ്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ദീസ് ആർ ഓൾ പ്ലാൻഡ് സ്റ്റോറീസ്, പ്ലാൻ ചെയ്ത സ്റ്റോറീസാണ്. എന്നിട്ട് അതിനാണ് ഇവർ ശരിക്കും പറഞ്ഞ ഒരു പ്രസ് റിലീസ് കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് വേൾഡ് കമ്മ്യൂണിറ്റിയെ അറിയിച്ചത്. സോ നൗ ഇറ്റ് ഈസ് ക്ലിയർ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈസ് നോട്ട് ഇൻ ടു സാങ്ഷൻഡ് റഷ്യൻ ക്രൂഡ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ലോകത്തിന് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സോ ദാറ്റ് ഇസ് ദ സ്റ്റോറി ഓഫ് റിലയൻസ് ഓൺ വൺ സൈഡ്. ഇനി ട്രെൻഡിനെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഷെയർസ് ഇന്നലെ നോക്കുമ്പോൾ -8.46% ഡൗൺ ആയിരുന്നു ആഫ്റ്റർ Q3 ഏർണിംഗ്സ് റിപ്പോർട്ട്. അതായത് ട്രെൻഡ് ഇന്നലെ Q3 FY 25-26 ഏർണിംഗ്സ് അവർ റിപ്പോർട്ട് ചെയ്ത റവന്യൂ എന്ന് പറയുന്നത് 5220 കോടിയാണ്. അതായത് 17% ഹയർ ഇയർ ഓൺ ഇയർ. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ 17% കൂടിയിട്ടുള്ള സെയിൽസ് ആണ് അവർ കാണിച്ചതെന്നല്ല. അപ്പോൾ പൊതുവേ നമ്മൾ ആലോചിക്കുന്നത് എന്താ, റവന്യൂ 18% ഗ്രോ ചെയ്തിട്ടും എന്തുകൊണ്ട് ഷെയർ ഇങ്ങനെ വീണു എന്നുള്ളതാണ്. അതായത് കമ്പനി പറഞ്ഞിരുന്നത്, ട്രെൻഡ് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ 2025-26 അവർ പറഞ്ഞിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് എത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 25% ഗ്രോ ചെയ്യും എന്നാണ്.
5 കൊല്ലത്തെ ഇവർ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഇവർ 38% ഇവർ റവന്യൂ ഗ്രോ ചെയ്തത്. ഇവർ 25-26 പറഞ്ഞതെന്ന് വെച്ചാൽ 38% ഒന്നും ഗ്രോ ചെയ്യെങ്കിലും ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് 25% ഞങ്ങൾ ഗ്രോ ചെയ്യുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് ക്വാർട്ടേഴ്സായിട്ട് ഇവർ 20 പോലും ക്ലോക്ക് ചെയ്തില്ല എന്ന്. അതാ സമയത്ത് ഈ Q3 18 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സ്ലോ ഡൗൺ ആണ് അതിനകത്തൊരു റീസൺ ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് സിറ്റി, അതിനകത്ത് ഫോറിൻ ബ്രോക്കറേജ് ആയ സിറ്റി അതിനകത്ത് റിപ്പോർട്ടിൽ പറയണമെന്ന് വെച്ചാൽ അവരുടെ സെൽ ആണ്, അവരുടെ എന്താ പറയുക, അവരുടെ റെക്കമെൻഡേഷൻ സെല്ലാണ്. അവർ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 4350 ആണ്. അവർ പറയുന്നത് വെച്ചാൽ സ്റ്റാൻഡ് അലോൺ റവന്യൂസ്, അതായത് ട്രെൻഡിൻ്റെ സ്റ്റാൻഡ് അലോൺ, കൺസോൾഡേറ്റഡ് അല്ല, ട്രെൻഡിൻ്റെ മാത്രം. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ ട്രെൻഡിൻ്റെ മാത്രം, കൺസോൾഡേറ്റ് എന്ന് പറയുമ്പോൾ ട്രെൻഡിൻ്റെ സബ്സിഡറീസും എല്ലാം കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ കോൺസെപ്റ്റ്. സ്റ്റാൻഡ് അലോൺ റവന്യൂസ് അവർ എക്സ്പെക്ട് ചെയ്ത 15.3% ആണ് സിറ്റി. ബട്ട് അതിനേക്കാട്ടിലും ബെറ്റർ ആയിരുന്നു അവരുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂസ് അറ്റ് 16.9%. 15.3 എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് 16.9% എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭേദപ്പെട്ട ഫിഗർ ആണെങ്കിൽ പോലും ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്നാണ് സിറ്റി പറയുന്നത്. സിറ്റി പറയുന്നത് വെച്ചാൽ അവർ 2025-26 ഡിസംബർ അവസാനം വരെ നല്ല രീതിയിൽ സ്റ്റോർ ആഡ് ചെയ്തു. നല്ല രീതിയിൽ സ്റ്റോർ ആഡ് ചെയ്യുമ്പോൾ സാധാരണ ഈ റീറ്റെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടറിൽ റീറ്റെയിലിംഗ് കമ്പനീസിനെ നമ്മൾ ഫാക്ടറിങ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ആവറേജ് റവന്യൂ പെർ സ്ക്വയർ ഫുട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പ്, ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ച് പറയുന്നത് എന്താ, സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ സ്ക്വയർ ഫൂട്ടിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആവറേജ് സെയിൽ എത്രയാണ് പെർ സ്ക്വയർ ഫൂട്ടിന് എന്നുള്ളൊരു പാരാമീറ്റർ ഈ റീറ്റെയിൽ സ്റ്റോക്സിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇയർ ഓൺ ഇയർ 15.7% ഡൗൺ ആണ്. അതായത് പുതിയ സ്റ്റോർ തുടങ്ങിയിട്ട് പോലും അവർക്ക് റവന്യൂ പെർ സ്ക്വയർ ഫൂട്ട് മൈനസിലാണ്. അത് നമുക്ക് ആലോചിക്കാം. കാര്യം നമ്മളിപ്പോൾ തന്നെ ആലോചിക്കും, പണ്ടൊക്കെ ഈ സൂഡിയോൻ്റെ സ്റ്റോഴ്സൊക്കെ 1-2 നമ്മൾ കണ്ടുള്ളൂ. ഇപ്പോൾ എവറി 100-200 മീറ്റേഴ്സിൽ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു പെർ സ്ക്വയർ ഫൂട്ട് ഇത് സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ കുറഞ്ഞു എന്നുള്ളൊരു ഫിഗർ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ബിസിനസ്സും Q3 റിസൾട്ടുമാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ എനിക്ക് 2025 ഏതാണ്ട് 40% കൂടുതൽ കറക്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു അല്ലേ, ഈ ഈ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ട്രെൻഡിൻ്റെ ഫോർവേഡ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ്, അതായത് ഈ 2027 ഇയറാണ് നമ്മൾ ഫോർവേഡ്, ഇനി വരാൻ പോണ കൊല്ലത്തെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ. ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ അവർ PE എന്ന് പറഞ്ഞാൽ 72 PE ആണ്. 5 ഇയർ ആവറേജ് ഇവർ എത്രയെന്നറിയോ, 95 ടൈംസ് PE-യിലാണ് ഇവർ ട്രേഡ് ചെയ്തത്. ഇപ്പോൾ 72 കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. ഇവരുടെ പീക്ക് വാല്യുവേഷനിൽ 140 ടൈംസ് PE-യിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് ട്രെൻഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് ഈ 140 ടൈംസിൽ പീക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രോത്ത് വളരെ വലുതായിരുന്നു. വിഷ്ണുവിൻ്റെ ഗ്രോത്ത് 3 ഇയേഴ്സ് സെയിൽസിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 55% ഗ്രോ ചെയ്തിരുന്നപ്പോഴാണ് ഇവർക്ക് പീക്ക് വാല്യുവേഷനായ 140 ടൈംസ് PE മൾട്ടിപ്പിൾസിൽ അവർ ട്രേഡ് ചെയ്തെന്നുള്ള. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് പീക്കിൽ ഇവരുടെ പെഗ് റേഷ്യോ, PEG റേഷ്യോ, പെഗ് റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത് PE ടു ഗ്രോത്ത്, പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ടു ഗ്രോത്ത് റേഷ്യോ എന്ന് പറയുന്ന പെഗ്, PEG റേഷ്യോ എന്ന് പറയുന്നത് പീക്കിൽ 55% ഗ്രോ ചെയ്യുന്ന സമയത്ത് 140 ടൈംസ് PE-യിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 2.5 ടൈംസ് ആയിരുന്നു ഇവരുടെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ കറക്ഷൻ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, സെയിൽസ് ഗ്രോത്ത് 55% നിന്ന് 18 കുറയുന്നു, എന്നാൽ PEG റേഷ്യോ 2.5 ടൈംസിൽ നിന്നും 4 കൂടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു വന്നതെന്ന് വെച്ചാൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കറക്റ്റ് ചെയ്തല്ലോ. പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കറക്റ്റ് ചെയ്തെങ്കിലും ഗ്രോത്തും കൂടി കറക്റ്റ് ചെയ്തു. ഈ ഗ്രോത്തും കറക്റ്റ് ചെയ്ത് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസും കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നെന്ന് പറഞ്ഞാൽ പെഗ് റേഷ്യോ ബേസിസിലാണെങ്കിൽ സ്റ്റോക്ക് ഹാസ് ബിക്കം മോർ എക്സ്പെൻസീവ്. മനസ്സിലായി? അതായത് ഈ പറയുന്ന പോലെ പിയും കറക്റ്റ് ചെയ്തു, ഈ ഗ്രോത്തും കറക്റ്റ് ചെയ്തു. ഗ്രോത്ത് കറക്റ്റ് ചെയ്തത് ഈ പി കറക്റ്റ് ചെയ്തതിനേക്കാട്ടിലും ഫാസ്റ്ററാണ്. ഇപ്പോൾ പിയും ഗ്രോത്തും നമ്മൾ നോക്കാം. ഗ്രോത്ത് കറക്റ്റ് ചെയ്തതിനേക്കാട്ടിലും ഗ്രോത്ത് കറക്റ്റ് ചെയ്തത് ഈ പി കറക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഫാസ്റ്റാണ്. അതായത് ഗ്രോത്ത് കൂടുതൽ കറക്റ്റ് ചെയ്തു, പി കറക്റ്റ് ചെയ്തു, ബട്ട് ഇതിൻ്റെ അത്രയും ഫാസ്റ്റ് ആയിട്ടല്ല ഇത് കറക്റ്റ് ചെയ്തതെന്നുള്ള. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പെഗ് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് ടു ഗ്രോത്ത് എന്ന് പറയുന്ന റേഷ്യോ 4 ടൈംസ് ആയിട്ട് ഹൈ ആയിട്ട് കാണിക്കും എന്നുള്ളതാണ്. അതായത് പീക്കിലുള്ളതിനെക്കാട്ടിലും 55% ഗ്രോ ചെയ്ത് PE പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 140 നിൽക്കുന്നതിനെക്കാട്ടിലും കോസ്റ്റ്ലിയാണ് ഈ 70 PE-യിൽ 18% ഗ്രോത്തിൽ നിൽക്കുന്നത്. അത് പറഞ്ഞു തരുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ടു ഗ്രോത്ത് എന്ന് പറയുന്ന PEG റേഷ്യോ ആണ്.
പീക്കിൽ പോലും അത് കുറഞ്ഞു നിന്ന ഒരു സാധനം, അതായത് 2.5 ടൈംസ് ആയിരുന്ന PEG റേഷ്യോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 4 കാണുന്നു, വിച്ച് ഷോസ് ദാറ്റ് ദ സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് ആൻഡ് മോർ എക്സ്പെൻസീവ്. അതായത് പീക്ക് പ്രൈസിൽ പോലും ഇതിനെക്കാട്ടിലും ലെസ്സർ വാല്യുവേഷനാണ്. ഞാനിത് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് അല്ല ഒരു സ്റ്റോക്ക് വാല്യുവേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈസ് 4000 കണ്ടു കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി എന്നും പ്രൈസ് 2000 കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡും. അതുകൊണ്ട് താഴെ 40% കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കാരണം ഈ സ്റ്റോക്ക് ചീപ്പ് ആവണം നിർബന്ധമില്ല. അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? അതിൻ്റെ ഗ്രോത്തും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസും വെച്ചിട്ട് PEG റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പം നോക്കുമ്പോൾ പീക്കിലുണ്ടായിരുന്ന 140 ടൈംസ് PEയിൽ ട്രേഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഹയർ PEG റേഷ്യോയിലാണ് ഇപ്പോൾ ട്രെൻഡ് ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ്. സോ ഈവൻ ആഫ്റ്റർ 40% കറക്ഷൻ ഇൻ ദ സ്റ്റോക്ക് സീംസ് ടു ബി ഓവർ പ്രൈസ്ഡ് എന്നുള്ള രീതിയിലാണ്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിന്തിക്കാറുണ്ട്, അതായത് ഇത്രയൊരു കറക്ഷൻ വന്ന സ്ഥിതിക്ക് ഇനി ഒരു ട്രെൻഡ് റിവേഴ്സൽ തുടരുമെന്ന്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇത്തരം ഒരു കണക്കുകൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും ഒരു ഓവർ വാല്യുവേഷൻ തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കൺസേൺസ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ പീക്ക് വാല്യുവേഷനൊക്കെ നടക്കുമ്പോൾ സൂഡിയോന് അധികം രീതിയിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ YOUSTA എന്ന് പറയുന്ന ഷോപ്പ് നമ്മൾ പലയിടത്തും കണ്ടാണ്. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ടു സൂഡിയോ. രണ്ടാമത് ഷെയിൻ SHEIN എന്ന് പറയുന്ന കമ്പനി, ഇൻട്യൂൺ എന്ന് പറയുന്ന കമ്പനി, ഓൺഡ് OWND ഇതേപോലുള്ള ഫോർമാറ്റ്സ് സൂഡിയോ ആയിട്ട് നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്നതാണെന്നുള്ളത്. ഇപ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് സ്റ്റോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നല്ലതാണ്. ബട്ട് പെർ സ്ക്വയർ ഫുട്ടിനുള്ള സെയിൽസും കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി എന്താണ് ഈ ബിസിനസ് Q4ലും ഇനി അടുത്ത കൊല്ലം Q1ഉം Q2ലും എങ്ങനെയാണ് റിസൾട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നോക്കണം. ഞാൻ ഈ പൊതുവേ ഈ ട്രെൻഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് ഞാൻ 2023 ട്രെൻഡ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഇല്ല, 2 കൊല്ലത്തിൽ കൂടുതലില്ല. 2023 ട്രെൻഡിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് കമൻട്രി മറ്റുള്ളതൊക്കെ നോക്കിയപ്പോൾ ഞാനന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ട്രെൻഡിൽ 2023 റവന്യൂ, ഞാൻ ലേറ്റസ്റ്റ് അല്ല പറയുന്നത്, 2020 എന്തുകൊണ്ട് ഞാൻ ട്രെൻഡിനെ അവോയ്ഡ് ചെയ്തു എന്നുള്ള. 2023 റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഇവർ റവന്യൂവിൻ്റെ 60% സൂഡിയോയിൽ നിന്നാണ് വന്നേക്കുന്നത്. സൂഡിയോ എന്ന് പറയുന്ന ഫോർമാറ്റാണ്, സ്വാഭാവികമാണ്, സൂഡിയോ വളരെ ഹിറ്റാണ്. ഈ സൂഡിയോ എന്ന് പറയുന്നത് ഫോക്കോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്. ഫോക്കോ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നത് ഫ്രാഞ്ചൈസി, ബട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനി. ഇപ്പോൾ ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് ഫോക്കോ മോഡലിലാണ് ഈ സൂഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ സ്റ്റാൻഡ് അലോൺ റവന്യൂസ് ഉണ്ട്. ഈ സ്റ്റാൻഡ് അലോൺ റവന്യൂസ് ഒക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 25% ഓഫ് സ്റ്റാൻഡ് അലോൺ റവന്യൂസ്, അല്ലെങ്കിൽ ഈ റവന്യൂ മാറ്റി വയ്ക്കാം, പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. 25% ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അവർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസികൾക്ക് ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലാണ്. ഫ്രാഞ്ചൈസിക്ക് ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലാണ് 25% ഓഫ് പ്രോഫിറ്റ് അവർക്ക് വന്നിരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 26% അവരുടെ 26% പാറ്റ് റിസീവ് ചെയ്തിരുന്നത് എവിടുന്നാണ്? ഡിവിഡൻറ്റ്. ആരുടെ കയ്യിൽ നിന്ന് ഡിവിഡൻറ്റ് കിട്ടിയിരുന്നത്? ഇവർക്ക് ഈ സൂഡിയോ ഉണ്ട്, പിന്നെ വെസ്റ്റ് സൈഡ് ഉണ്ട്, പിന്നെ സാറ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ മോളിൽ പോകുമ്പോൾ ZARA എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ശരിക്കും ഈ ഇൻഡിടെക്സ് ഗ്രൂപ്പിൻ്റെയാണ്. ആ ഇൻഡിടെക്സ് ഗ്രൂപ്പും ട്രെൻഡും കൂടെ ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ സാറ എന്ന് പറയുന്ന ഫോർമാറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൊല്ലം തോറും ഇൻഡിടെക്സിൽ നിന്ന് ഒരു ഡിവിഡൻറ്റ് കിട്ടും. ആ ഡിവിഡൻറ്റ് ഇവരുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ 26%. അപ്പോൾ 25% സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെ കിട്ടുന്നു? ഫ്രാഞ്ചൈസിക്കാർക്ക് ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഇൻഡിടെക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന്, അതായത് റിലേറ്റഡ് പാർട്ടി കമ്പനിയിൽ നിന്ന് ഡിവിഡൻറ്റും കൂടെ കിട്ടുന്നതാണ് ഇവരുടെ ടോട്ടൽ 50% ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അന്നേ എനിക്ക് തോന്നിയിരുന്നു, ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 50% ഓഫ് FY23 പാറ്റ് എന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമിൽ നിന്നാണ് ഇവർക്ക് ലഭിച്ചിരുന്നതെന്ന്. അതായത് 1 ടൈം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സിൽ നിന്നും ഡിവിഡൻറ്റും. ഈ ഡിവിഡൻറ്റ് നിശ്ചയിക്കുന്നത് എവിടെ നിന്നാണ്? സാറയുടെ സെയിൽസിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ അവർ ഡിവിഡൻറ്റ് വരുന്നത്. അപ്പോൾ സാറയുടെ സെയിൽസ് കുറയുകയാണെങ്കിൽ ഡിവിഡൻറ്റും കുറയുന്നില്ല. അപ്പോൾ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കാരണത്താൽ തന്നെയാണ് ഇവരുടെ FY23 സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൾജ് ചെയ്ത് കാണിച്ചിരുന്നതെന്നാണ് എനിക്ക് അന്ന് തോന്നിയെന്നുള്ള കാര്യം. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ച കാര്യമുണ്ട്,
അത് നിൽക്കുകയാണെങ്കിൽ, അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മറ്റുള്ള കമ്പനി പോലെ ഓർഡിനറി ആയിരിക്കും. ഇതേപോലെ സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് റിസ്കി ആയിരുന്നു എന്ന് അന്ന് തോന്നിയപ്പോൾ തോന്നിയിരുന്നു എന്നുള്ളൂ. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. ബട്ട് ഇത് സംഭവിച്ചു എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് ഗ്ലോബലി ഒന്ന് വന്നിട്ടുണ്ടെന്ന്. അതായത് നമുക്കറിയാം April 22, 2025 എ മേജർ ടെററിസ്റ്റ് സ്ട്രൈക്ക് ഹാപ്പൻഡ് ഇൻ പഹൽഗാം അല്ലേ? നമുക്കറിയാമല്ലോ, ഏതാണ്ട് 28 ഇന്നസെൻറ്റ് പീപ്പിളിൻ്റെ ജീവൻ പോയ ഒരു സംഭവമായിരുന്നു പഹൽഗാം. നമുക്കെല്ലാവർക്കും വളരെ സങ്കടകരമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ എന്താ പറയുക നമ്മൾ ഒന്ന് അൺസെറ്റിൽഡ് ആയിപ്പോയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ പഹൽഗാം ഇൻസിഡൻറ്റ് എന്താണ് ട്രിഗർ ചെയ്ത്? ഒരു മാസീവ് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ക്രൈസിസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ള നമുക്കറിയാം. May 2025 ആ ഏർലി സ്റ്റേജസിൽ ഇന്ത്യ റിറ്റാലിയേറ്റഡ് വിത്ത് സംതിങ് കോൾഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിൽ ഒരു മിലിറ്ററി അറ്റാക്കും കൂടെ നടത്തി. ബേസിക്കലി പാകിസ്ഥാനകത്തുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് സ്ട്രൈക്ക് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ, അതായത് ഈ പറയുന്ന പോലെ ഈ ഏപ്രിലിൻ്റെ അവസാന ഭാഗങ്ങളും ഈ മേയും ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫ്ലാഷ് പോയിൻ്റായിട്ട് ടെൻഷൻ കംപ്ലീറ്റ് ആയിരുന്നു ഈ ജോഗ്രഫിയിൽ. ശരിക്കും പറഞ്ഞാൽ രണ്ടും ന്യൂക്ലിയർ പവറാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ എത്രമാത്രം പ്രഷറും ടെൻഷനും അവിടെ ഉണ്ടായിരുന്നു. കാര്യം നമ്മളവിടെ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇനി പാകിസ്ഥാൻ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യോ, ഇന്ത്യ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യോ എന്ന് പറയുന്ന എല്ലാ അൺസർട്ടനിറ്റിയും നിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ മുന്നിൽ നമ്മൾ കേൾക്കാത്ത ഒരു കാര്യം ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നടന്നു. There was a business deal between US and പാകിസ്ഥാൻ എന്നുള്ള. അതായത് നമുക്കിപ്പോൾ പാകിസ്ഥാന് വരെ എനിക്ക് തോന്നുന്നു 19% ടാരിഫ് കുറച്ച് കൊടുത്തിട്ടും നമുക്കിതുവരെ ടാരിഫ് കുറച്ച് വന്നിട്ടില്ല. അത് റഷ്യയാണ് ഒരു കാരണം പറയണമെങ്കിലും എന്തായിരിക്കാം എന്നുള്ള റീസൺ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു റിപ്പോർട്ട് കൂടി പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ള. അതായത് ഡീൽ ബിറ്റ്വീൻ US ആൻഡ് പാകിസ്ഥാൻ ഓൺ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ്. അതെന്താണെന്ന് വെച്ചാൽ $500 million ഇൻവെസ്റ്റ്മെൻറ്റ് US സ്ട്രാറ്റജിക് മെറ്റൽസ് പാകിസ്ഥാൻ്റെ ഫ്രോണ്ടിയർ വർക്ക് ഓർഗനൈസേഷൻ FWOയുമായിട്ട് ഒരു ബിസിനസ് ഡീൽ $500 million. അതെന്താണ്? ഡീൽ ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്ട്രാക്ട് ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് എലമെൻറ്റ്സ് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, അതാണ് ആ വന്നിരിക്കുന്ന ഡീൽ. അതെങ്ങനെ നമുക്ക് മുന്നിൽ വന്നു എന്ന് വെച്ചാൽ ഒരു മാൻഡേറ്ററി ഫയലിംഗ് ഉണ്ട്. അമേരിക്കയിൽ ഒരു മാൻഡേറ്ററി ഫയലിംഗ് ഉണ്ട്. അതായത് ഫോറിൻ ഏജൻറ്റ്സ് രജിസ്ട്രേഷൻ ആക്ട് FARA. അവിടെ ഒരു മാൻഡേറ്ററി ഫയലിംഗ് അമേരിക്കൻ കമ്പനികൾ ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ നിന്നാണ് ഇത് പുറത്തു വന്നേക്കുന്നത് എന്നുള്ള. അതായത് ഈ പാകിസ്ഥാൻ ഹയർ ചെയ്ത 2 ഫേംസാണ് FARAയിൽ ഒരു ഫയലിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നാണ് വന്നത്. അതായത് ജാവലിൻ അഡ്വൈസേഴ്സ് LLC, കോൺസൈൻസ് പോയിന്റ് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന 2 കമ്പനികളാണ് ഈ പറയുന്ന പോലെ ഫയലിംഗ് ചെയ്തത്. അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഫറ ഫയലിങ്ങിൽ റിവീൽ ചെയ്ത കാര്യം എന്താ? റോണി ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതാരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെറ്റ് ഇൻ പേഴ്സൺ വിത്ത് പാകിസ്ഥാനി അതോറിറ്റീസിനെ ആയിട്ട് ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്ത് May 1, 2025 മീറ്റ് ചെയ്തിരുന്നു. എക്സാക്ട്ലി 9 days ആഫ്റ്റർ പഹൽഗാം അറ്റാക്കിൻ്റെ 9 ദിവസം കഴിഞ്ഞ് ഇവിടെ റോണി ജാക്സൺ മീറ്റ് ചെയ്തിരുന്നു എന്നാണ്. എന്നിട്ട് ഈ കീ ഡീൽ ഉണ്ടല്ലോ, അതായത് റെയർ എർത്ത് എലമെൻറ്റ്സിനും ക്രിട്ടിക്കൽ മിനറൽസിനും വേണ്ടിയിട്ടുള്ള ഒരു നെഗോസിയേഷനും MOUയും പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി റോണി ജാക്സൺ നടത്തി എന്നുള്ളതാണ് ഫയലിങ്ങിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതായത് റോണി ജാക്സൺ മെയ്ഡ് റിപ്പീറ്റഡ് കോൾസ് ആൻഡ് മീറ്റിംഗ്സ് ത്രൂ ഔട്ട് May 25 ടു പുഷ് ദ ഡീൽ. ഈ ഡീൽ പുഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നാണ്. ഇനി ആരാണ് ഈ റോണി ജാക്സൺ എന്നുള്ളത്? ഈ റോണി ജാക്സണും ജാവലിൻ അഡ്വൈസേഴ്സും ആരാണ്? റോണി ജാക്സൺ എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു നേവി ഡോക്ടറായിരുന്നു. ഈ നേവി ഡോക്ടർ ഇദ്ദേഹത്തിന് വൈറ്റ് ഹൗസിലെ മെഡിക്കൽ യൂണിറ്റിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇദ്ദേഹത്തിന്. അതായത് ജോർജ് W. ബുഷിൻ്റെ കാലഘട്ടം, അന്നത്തെ പ്രസിഡന്റ് കാലഘട്ടം മുതൽ ഇദ്ദേഹം വൈറ്റ് ഹൗസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ബറാക്ക് ഒബാമയുടെ ഫിസിഷ്യനും കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. ഇദ്ദേഹം ആ സമയത്ത് ഒരു ഹെഡ്ലൈൻസിലൊക്കെ ഹിറ്റ് ചെയ്തിരുന്നു. കാര്യം വെച്ചാൽ ഈ ഒബാമയുടെ ഒരു പെറ്റ് ഡോഗ് അവിടെ ഒരു പെൺകുട്ടിയെ കടിച്ചതൊക്കെ ട്രീറ്റ് ചെയ്തത് ഈ ഡോക്ടറാണ്, റോണി ജാക്സൺ ആണ് എന്നുള്ളൊക്കെ ഒരു ഹെഡ്ലൈൻ ന്യൂസൊക്കെ അന്നത്തെ കാലത്ത് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൈറ്റ് ഹൗസിൽ തന്നെ അങ്ങ്
തടിച്ച് അങ്ങ് കൂടി എന്നുള്ളത്, കടിച്ച് തൂങ്ങി അദ്ദേഹം ഈ ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ ട്രംപിൻ്റെ ഫിസീഷ്യനുമായിട്ട് മാറി എന്നുള്ള. അത് കഴിഞ്ഞ് ഈ ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ ഫിസീഷ്യനായിട്ട് മാറാൻ കാര്യം എന്താ, ഇദ്ദേഹം ട്രംപിൻ്റെ ക്യാമ്പിലോട്ട് അങ്ങ് എടുത്ത് ചാടി എന്നുള്ള. എന്നിട്ട് ഇത് ട്രംപിൻ്റെ ലോയലിറ്റി അങ്ങനെ അദ്ദേഹം എങ്ങനെ ഒരു ഏൺ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ലെങ്തി പ്രസ് കോൺഫറൻസ് ഉണ്ട്. ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ട്രംപിൻ്റെ ഹെൽത്തിനെ അങ്ങ് എൻഡോസ് ചെയ്യണം. അതായത് ട്രംപിൻ്റെ ദേഹത്തുള്ളത് ഗുഡ് ജീൻസാണ്, നല്ല ജീൻസാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ളത്. നന്നായിട്ടൊന്ന് ഡയറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 200 കൊല്ലം വരെ ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ട്രംപിനെയൊക്കെ അടിച്ചു പൊക്കി ട്രംപിൻ്റെ ക്യാമ്പിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. പുള്ളിയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണെന്നുള്ള. അപ്പോൾ ട്രംപ് 2018 അതായത് ട്രംപിൻ്റെ ആദ്യത്തെ സ്റ്റിൻറ്റിൽ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിരുന്നു. അതായത് അസിസ്റ്റന്റ് ടു പ്രസിഡന്റ് ആൻഡ് ചീഫ് മെഡിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞ സ്ഥാനമൊക്കെ കൊടുത്ത് ട്രംപ് അദ്ദേഹത്തിന് റിവാർഡ് ചെയ്തു എന്നുള്ള. ട്രംപിന് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ സെക്രട്ടറി ഓഫ് വെറ്ററൻ അഫയേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് 2018 ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു. കാര്യം വെച്ചാൽ കുറച്ച് ഈ സെനറ്റിലെ കമ്മിറ്റി മെമ്പേഴ്സ് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്ത കാരണം ആ ഒരു ഇത് നടന്നില്ല എന്നുള്ള. ഇപ്പോൾ ഈ റോണി ജാക്സൺ ശരിക്കും പറഞ്ഞാൽ ഈ റോണി ജാക്സനെ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ US വൈറ്റ് ഹൗസിലെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഫേസാണ്, അല്ലാതെ ഇദ്ദേഹത്തിനൊരു ഫേസ് ഉണ്ട്. അതെന്നറിയും ഈ ട്രംപിൻ്റെ ഈ റുവാണ്ട കോങ്കോയിലെ ഒരു ബിസിനസ് ഇൻട്രസ്റ്റിനെ ഹെഡ് ചെയ്തത് ഈ റോണി ജാക്സനാണ്. റുവാണ്ട കോങ്കോ, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ റുവാണ്ടയും കോങ്കോയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, ഈ ക്രിട്ടിക്കൽ മിനറൽസും റെയർ എർത്ത് മെറ്റൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റുവാണ്ടയുടെ റെബൽസ് M23 എന്ന് പറഞ്ഞ റെബൽസ് ഉണ്ട് റുവാണ്ടയിലാണ്. ഈ റുവാണ്ടൻ റെബൽസാണ് ശരിക്കും പറഞ്ഞാൽ കോങ്കോയിലുള്ള കോൾട്ടൺ ആൻഡ് ടങ്സ്റ്റൻ്റെ മൈനിങ് ഏരിയാസ് കൺട്രോൾ ചെയ്തിരുന്നത്. ഈ M23 എന്ന് പറയുന്ന റെബൽസ്, അതായത് റുവാണ്ടൻ റെബൽസാണ് കോങ്കോ ഏരിയയിലെ കോൾട്ടൺ ആൻഡ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ആ മൈനിങ് ഏരിയ ഇവരുടെ കയ്യിലായിരുന്നു എന്നുള്ള. അമേരിക്കയ്ക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള. അതിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോണി ജാക്സൺ ആണ് കോങ്കോൻ്റെ റുവാണ്ടയുടെ ഇടയ്ക്ക് നിന്ന് ഇവർ തമ്മിലുള്ള ഒരു പീസ് ടോക്കൊക്കെ കൊണ്ടുവന്ന് ട്രംപിൻ്റെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത ആ മിഷൻ ഹെഡ് ചെയ്തിരുന്ന ട്രംപിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റ് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് ഈ റോണി ജാക്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ റോണി ജാക്സൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ട്രംപിൻ്റെ ഈ കാര്യങ്ങൾ നടത്തിപ്പോകുന്ന ഒരാളാണ്. ഈ ജാവലിൻ അഡ്വൈസേഴ്സിൻ്റെ കാര്യം നോക്കിയാലോ, ഈ ജാവലിൻ അഡ്വൈസേഴ്സ് ഉള്ള കമ്പനിയുടെ ഹെഡിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും അത് ട്രംപിൻ്റെ മെയിൻ മാൻ ആയിരുന്നു എന്നതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ആൾക്കാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് പാകിസ്ഥാന് എതിരെ നിന്ന ആളാണ് ഈ റോണി ജാക്സൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ ഇടയിൽ ഈ ഒരു ഡീല് അദ്ദേഹം സൈൻ ചെയ്തുകൊണ്ട് പോയതിൻ്റെ അർത്ഥം എന്താ, അവരെ സംബന്ധിച്ച് ദർ ആർ നോ പെർമനൻറ്റ് എനിമീസ് ഓർ പെർമനൻറ്റ് ഫ്രണ്ട്സ്, ബിസിനസ് ആണ് അവരുടെ കണ്ണിൽ എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് പാകിസ്ഥാന് അധികം ഒരു ഇമ്പോർട്ടൻസ് അടുത്ത കാലത്ത് ട്രംപിൻ്റെ കണ്ണിൽ കിട്ടി എന്നുള്ളതിന് ഉദാഹരണം തെളിയിച്ച് കാണിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതെന്നുള്ളത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഫയലിങ്ങിൽ നിന്ന് FARAയിലുള്ള ഫയലിങ്ങിൽ നിന്നാണ്. കാര്യം അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ട്, അതിൽ നിന്നാണ് നമുക്ക് വന്നതെന്നുള്ളത്. അതായത് ജാവലിൻ അഡ്വൈസേഴ്സ് വിച്ച് ഈസ് അഗെയിൻ ട്രംപിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ജാവലിൻ അഡ്വൈസേഴ്സും, അതുകൂടാതെ റോണി ജാക്സൺ ഈ ട്രംപിൻ്റെ ഈ റുവാണ്ടോ കോങ്കോ എന്ന മൈനിങ് ഏരിയയിൽ ഈ ടങ്സ്റ്റൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു, ഒരു പീസ് ഡീൽ ഉണ്ടാക്കി ബെനിഫിറ്റ് കൊടുത്ത റോണി ജാക്സണും കൂടെ ഒത്തുചേർന്ന് കളിച്ചാണ് ഈ പറയുന്ന പോലെ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു ഡീല് പാകിസ്ഥാനും US-ഉമായിട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇത് ചെയ്തതിലല്ല, ഇത് എപ്പോൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് പഹൽഗാം അറ്റാക്കിൻ്റെ കവറിൽ ആണ് ഇത് നടന്നത്. ആ സമയങ്ങളിലാണ് ഇത് കോയിൻസൈഡ് ചെയ്ത് വന്ന്, ചിലപ്പോൾ ഇത് കോയിൻസിഡൻ്റൽ ആയിരിക്കാം, ബട്ട് ഇത് നടന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് നടന്നു എന്നുള്ളതും അതിനുശേഷമാണ് നമ്മൾ ഈ ട്രംപ് ക്ലെയിം ചെയ്തത് ഞാൻ പറഞ്ഞത് കാരണമാണ് 2 കൺട്രിയും യുദ്ധം നിർത്തിയതെന്നും പറയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ അവരെ പേടിപ്പിച്ചത് എങ്ങനെ, മോർ സാങ്ഷൻസ് വയ്ക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവരെ പേടിപ്പിച്ചതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അസീം മുനീർ പാകിസ്ഥാനിലേക്ക് US-ലേക്ക് ട്രാവൽ ചെയ്യുന്നു, ട്രംപായിട്ട് നല്ല ബന്ധം കാണിക്കുന്നു,
പറയുന്നു. പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ടാരിഫ് കുറച്ച് 19% അതുകൂടാതെ അസിം മുനീർ അല്ലെങ്കിൽ പാകിസ്ഥാൻ ട്രംപിനെ നോബൽ പീസ് ഫോർ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അവിടെ പാകിസ്ഥാനും US തമ്മിലുള്ള ബന്ധം കൂടുന്നു, ഇന്ത്യയായിട്ട് അകലുന്നു. ഇന്ത്യയ്ക്ക് മേളിൽ അടുത്തൊരു 25% കൂടെ വന്ന് ഇന്ത്യ ടാരിഫിൻ്റെ ആ ഒരു ഇതിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ മാറ്റി നിർത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഇത്രയും അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ട്രാൻസാക്ഷനാണ്, ബിസിനസ്സാണ്, ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. ഹ്യൂമാനിറ്റിക്ക് അവിടെ വിലയില്ല, ഈ പറയുന്ന പോളിസീസിനും വിലയില്ല എന്നുള്ളത് ട്രംപും US വളരെ എന്താ പറയുക എക്സ്പ്ലിസിറ്റായിട്ട് ലോകത്തിനോട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇന്നൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓവർ ടു യു വിഷ്ണു. നമുക്കിനി മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് എടുക്കാനുണ്ട്, മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഗ്ലോബൽ ക്യൂസിലൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ബി കെയർഫുൾ ഇൻ മാർക്കറ്റ്സ്. മാർക്കറ്റ് നെഗറ്റീവ് ആണെന്നൊന്നും പറയില്ല, ബട്ട് ഈവൻ ദെൻ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ദർ ഈസ് ലോട്ട് ഓഫ് ഓപ്പറേറ്റർ പ്ലേ മാർക്കറ്റിലുണ്ട് എന്നുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഒക്കെ തന്നെയാണ് ഈ കളികളും ഒക്കെ നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് റിലയൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസിലാണെങ്കിൽ പോലും. സോ ജസ്റ്റ് ബി വാച്ച്ഫുൾ എന്ന് പറയുന്നു. ഓവർ ടു യു വിഷ്ണു. സുരേഷ് സാർ, ഏതായാലും നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായിട്ട് ഇനി പറയാനുണ്ടോ? വിഷ്ണു, ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് ഒരു കാര്യം നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2025 മാർക്കറ്റ് ഏതൊക്കെ സ്റ്റോക്കിനെ ഒരു ഓവർ വാല്യുവേഷൻ ലെവൽ, ക്വാളിറ്റി ബിസിനസ്സുകൾ തന്നെ ആയിരിക്കാം, അതിനെ കൊണ്ടുവയ്ക്കുകയും വേറെ കുറേ സ്റ്റോക്കുകളെ, അതായത് കുറേ സ്റ്റോക്കുകളെ റീറേറ്റ് ചെയ്യും, കുറേ സ്റ്റോക്കുകളെ ഡീറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡും ടാറ്റയുടെ തന്നെ ട്രെൻഡും ടാറ്റയുടെ തന്നെ ടൈറ്റനും അല്ലേ? ഈ ടൈറ്റൻ എന്ന് പറയുന്നത് 1-2 കൊല്ലമായിട്ട് വലിയ രീതിയിലൊരു പെർഫോമൻസ് ഇല്ലാത്ത ഒരു കമ്പനി ഇന്ന് ഓൾ ടൈം ഹൈയിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത ഒരു വശത്ത്. മറ്റേ സമയത്തോ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ട്രെൻഡ് ഏതാണ്ട് 40% ഡൗണും ഇപ്പോൾ ഔട്ട്ലുക്ക് ഏതാണ്ട് ഒരു ക്ലൗഡി ആയിട്ടും കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയില്ലേ, ഒരു സ്റ്റോക്ക് നമ്മൾ പ്രേക്ഷകൻ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഒരു സ്റ്റോക്കിന് അൺനാച്ചുറൽ ആയിട്ടുള്ള വാല്യുവേഷൻ നിലനിൽക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പരിധി കൂടുതൽ ഒരു സാധനം കയറുമ്പോൾ അതിനകത്ത് റിസ്ക് എലമെൻറ്റ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. എന്നും നമുക്കൊരു കാര്യം എപ്പോഴും ലീനിയറായിട്ട് അപ്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. എന്നാൽ ചില നല്ല കമ്പനികൾ എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ട്രെൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം നല്ല പെർഫോമർ 2026 തുടങ്ങിയോടുകൂടി, 2026 എന്നല്ല എനിക്ക് തോന്നുന്നു 2023-24 ട്രെൻഡ് നന്നായിട്ട് പെർഫോം ചെയ്തത്. 2025 ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ട്രെൻഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് നല്ല രീതിയിൽ ഡീറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, എന്നാൽ ടൈറ്റൻ റീറേറ്റിംഗ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. ഇതിൻ്റെ ഇയർ നിങ്ങൾ നോക്കണ്ട, പക്ഷേ നിങ്ങൾ അതിൻ്റെ ചാർട്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി എന്നുള്ള. അപ്പോൾ ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡിന് നല്ല ഒരു സ്ഥാനം കൊടുക്കുകയും ടൈറ്റന് വളരെ താഴ്ന്ന ലെവലിലുള്ള സ്ഥാനവും കൊടുത്തിരുന്നു. ഇതത് നേരെ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു മാർക്കറ്റിലെ പ്രത്യേകത. ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ മാർക്കറ്റിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ള ചെറിയൊരു സജഷനും കൂടെ പറയുന്നു. ഓട്ടോ യൂഷൻ. എന്തായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഒരു ഒപ്പീനിയൻ കൂടി തേടേണ്ടതാണ്. അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.